4 കുട്ടികളുടെ ജീവൻ നഷ്ടമായ മണ്ണാർക്കാട് കരിമ്പ പനയംപാടം പതിവ് അപകട മേഖലയാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 35 ജീവനുകളാണ് ഈ നിരത്തിൽ പൊലിഞ്ഞത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തുടർ അപകടങ്ങൾക്ക് കാരണം. ഇനിയൊരു ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഞങ്ങൾ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയാണ്. അവർ വെറുതെ മാന്തിട്ട് പോകും, ഓരോ വർഷം വന്ന് മാന്തിട്ട് പോകും. മരണം എത്ര മരണം ഇവിടെ സംഭവിച്ചെന്നറിയോ? ഇതാദ്യമല്ല. ചെറുതും വലുതുമായ അപകടങ്ങൾ കരിമ്പ പനയമ്പാടം മേഖലയിൽ പതിവ് കാഴ്ചയാണ്. ആംബുലൻസ് ഡ്രൈവർമാർക്ക് പോലും അത്ഭുതമില്ല കരിമ്പയിലെ അപകടക്കണക്ക് കേൾക്കുമ്പോൾ. തുടർക്കഥയാകുന്ന അപകടങ്ങൾക്കെല്ലാം ഒരേയൊരു കാരണം റോഡിന്റെ അശാസ്ത്രീയത. റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. റോഡിന് എന്തോ ഒരു ചെറിയ നിർമ്മാണത്തിൽ എന്തോ ഒരു പാളിച്ചയുണ്ടെന്നാണ് നിങ്ങളും സൂചിപ്പിച്ചത്, കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും അതാണ് സൂചിപ്പിച്ചത്. ഡിസൈനെ സംബന്ധിച്ച് ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും കൺസൾട്ടന്റിനെ അയക്കും, എക്സ്പെർട്ടിനെ അവരെ അയക്കും. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു സജഷൻ തരുമല്ലോ, എന്താണ് ഇതിന്റെ അപകട കാരണം എന്നാണ്, ഇങ്ങനെ സംഭവം റോഡിന്റെ ഡിഫക്റ്റ്. എന്നിട്ട് അത് നമ്മൾ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് PWD ഒരു മാറ്റം വരുത്താനുള്ള ഏർപ്പാട് ചെയ്യാം. ഇവിടെ അപകടങ്ങൾ പതിവെന്ന് നാട്ടുകാർ. ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടികൾ ആക്സിഡന്റ് ആവില്ല. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 2-3 ജീവൻ പോകും. മഴ പെയ്താൽ കഴിഞ്ഞു ഇവിടെ താഴത്ത് ഉറപ്പായിട്ടും ആക്സിഡന്റ് ഉണ്ടാവും. ഇത് ആൾക്കാർ ഓടിക്കൂറുക, എളുപ്പം ആൾക്കാരെ എടുക്കുക. ഇതാണ് നമുക്കൊരു ഫയർ പോലീസിനും അടുത്തില്ല. ഇവരൊക്കെ എത്തുന്നതിനും നമുക്ക് പോകേണ്ട ജീവൻ പോകും. ഞങ്ങൾക്ക് ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പല പ്രാവശ്യം MLA MP എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും റോഡ് നേരായി പോകുന്നവർ ഓരോ മഴക്കാലത്ത് വന്നിട്ട് ചെറിയ തോതിലൊന്ന് ഗ്രിപ്പ് ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ റോഡ് പൊളിച്ച് പണിതാൽ മാത്രമേ ഇതിന്റെ ഇത് മാറുള്ളൂ. റോഡ് നിർമ്മാണത്തിൽ അന്വേഷണം വേണമെന്ന് VK ശ്രീകണ്ഠൻ MP 24നോട്. സംസ്ഥാന ഗവൺമെന്റും ഈ ആളെ കൊല്ലുന്ന ഈ കോൺട്രാക്ടർമാരുടെ നിലപാടിന് ഒപ്പമാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് ഇവരുടെ അവിശുദ്ധ സഖ്യം പുറത്തു വരണമെങ്കിൽ ഈ റോഡിന്റെ നിർമ്മാണം തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇത് നടപടിയെടുക്കാത്ത, ഈ പരാതികൾ കിട്ടിയിട്ടത് പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യഥാർത്ഥത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. പനയമ്പാടത്ത് KSRTCയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അടുത്തിടെയാണ്. റോഡിന്റെ മിനുസക്കൂടുതലാണ് അപകടങ്ങൾക്ക് കാരണം. 1 വർഷം മുൻപ് JCB ഉപയോഗിച്ച് റോഡിൽ വരഞ്ഞ് മിനുസം കുറച്ചു. എന്നാൽ മഴ പെയ്തതോടെ വീണ്ടും പഴയപടി. റോഡിന്റെ അശാസ്ത്രീയത പരിഹരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 പാലക്കാട്.